ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് കിട്ടിയ ഈ ബഹുമതി എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിത്യയ്ക്ക് ഞാൻ സമർപ്പിക്കുക. എന്റെ വാ തുറപ്പിക്കരുതെന്ന് അവരോട് പറഞ്ഞല്ലേ? എന്നെക്കുറിച്ച് നീ നല്ലത് പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്. സുപ്രധാനമായ ചടങ്ങ് ആരംഭിക്കുകയാണ്. കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും, ഉറപ്പാ. നമുക്ക് നോക്കാന്നേ. ഹലോ സാറ് ഏറ്റാലും അതിന് തീരുമാനം ഉണ്ടാവും. എടോ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോവാ. തന്റെ കോളായത് കാരണം അറ്റൻഡ് ചെയ്തേ. അതൊക്കെ താൻ അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞാ മതി. എടോ, താൻ ആദ്യം അവരോട് സംസാരിക്കേ. ഹലോ, പറയടാ. എവിടെ? നീ കണ്ടായിരുന്നോ? നീ വെച്ചോ, ഞാൻ വിളിക്കാം. സാറേ. ശരി, എന്നാ ഞാൻ വിളിക്കാം. നീ അവനെ വിളിച്ചാൽ മതി. സാറേ. എന്താടോ? അവളില്ലേ ആ വീണ, അവളൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. എന്ത് പ്രോഗ്രാം? ഒരു അവാർഡ് ഫംഗ്ഷനാ സാറേ അത്. അവിടെ പഴയൊരു കെട്ടിയോനില്ലേ, അവനെന്തോ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവൻ അവാർഡ് കിട്ടുന്നിടത്ത് അവള് പോവില്ലടോ. അവൾ ആ പ്രോഗ്രാമിന്റെ ആങ്കറാ സാറേ. ക്യാഷ് കിട്ടുന്ന ജോലിയല്ലേ, അവളുണ്ടാവും സാറേ അവിടെ. നിനക്ക് സ്ഥലം അറിയാവൂ? അറിയാം, കൃത്യമായിട്ട് എനിക്കറിയാം. എന്താ വാടാ. ആദ്യ കവിതാ സമാഹാരത്തിന് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവാർഡിന് അർഹനാവുക എന്നത് തന്നെ നിസ്സാരമായ കാര്യമല്ല. ജീവിതം നിറച്ചുവെച്ച വരികളും അതുപോലെ തന്നെ ആഴത്തിലുള്ള വരികളും നമുക്ക് സമ്മാനിച്ച ഹരിക്ക് അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കഥാകൃത്ത് വേണു തലച്ചിറയെ ക്ഷണിക്കുന്നു. ഒപ്പം ഈ ചടങ്ങിൽ പങ്കുകൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം പൊന്നാടി അണിയിക്കുന്നതിനായി സംഘാടകരെ ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ പ്രിയപ്പെട്ട കവി ഹരിയുടെ മറുപടി പ്രസംഗമാണ്. നമുക്കതിന് ചെവിയോർക്കാം. ഹരി, പ്ലീസ്.
അല്ല രഘുവേ, അവനെ കുറിച്ച് അവള് പറഞ്ഞത് കേട്ടോ? ഇതിൽ കൂടുതൽ ശിക്ഷ ദൈവം അവൾക്ക് ഇനി കൊടുക്കാനില്ല. ശരിയല്ലേ? ബഹുമാനപ്പെട്ട കഥാകൃത്ത് വേണു തലച്ചിറ, വേദിയിലിരിക്കുന്ന സംഘാടക സമിതി അംഗങ്ങൾ, വസന്തം പബ്ലിക്കേഷൻസിന്റെ എല്ലാമെല്ലാമായ ശ്രീ ഉല്ലാസ്, സദസ്സിന്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, എഴുത്തുകാരുടെ സ്വപ്നങ്ങളിൽ ഇതുപോലുള്ള വേദികളും ഇതുപോലെയുള്ള ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ സ്വപ്നങ്ങളിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല. അവാർഡിന് ഈ കൃതി സമർപ്പിച്ചത് ശ്രീ ഉല്ലാസാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡിന്റെ കാരണക്കാരനായി ഞാൻ അദ്ദേഹത്തെയാണ് കാണുന്നത്. പിന്നെ ഈ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയുടെ ആഗ്രഹ സാക്ഷാത്കാരമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിത്യയുടെ. കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയൊരു സൗഹൃദം ഞങ്ങളുടേത്. തമ്മിൽ കാണാതെ, പരസ്പരം കാണുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഇല്ലാതെ, സന്തോഷവും സങ്കടവും ആശങ്കയും പങ്കുവെച്ചുള്ളൊരു സൗഹൃദം. നിത്യയെ ആശ്വസിപ്പിക്കാനും അവൾക്ക് ആസ്വദിക്കാനും അതിനൊക്കെ വേണ്ടിയ ഈ മധുര നൊമ്പരക്കാറ്റും അതിനെ തുടർന്നുള്ള കവിതകളും അതൊക്കെ ഞാൻ എഴുതിയത്. നിത്യ അത് കൂട്ടിവെക്കുമെന്നോ ഇങ്ങനൊരു സാഹസം കാണിക്കുമെന്നോ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് കിട്ടിയ ഈ ബഹുമതി എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിത്യയ്ക്ക് ഞാൻ സമർപ്പിക്കുക.